സോറി ഗൈസ്, ഞാൻ അറിയാണ്ടായി വരാം. എല്ലാവർക്കും സുയാസിലേക്ക് സ്വാഗതം. ഞാൻ അറിയാണ്ടായിട്ടോ ഹേ വന്നു പോയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ ബമ്പർ ചിരിയുടെ മഴവിൽ മനോരമയുടെ ഒരു ചിരി ബമ്പർ ചിരിയുടെ 674ാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു കാണും, എനിക്കറിയാലോ. ടി വി ഉള്ളവരെല്ലാവരും കണ്ടു കാണും. എന്താണെന്ന് വെച്ചാൽ അന്നാണ് ഞാനും എൻ്റെ അച്ഛനും കൂടെ വന്നത്. നിങ്ങളെല്ലാവരും കണ്ടോ എനിക്കറിയാം. കണ്ട് കാണുന്നതായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ലേ, എനിക്കറിയാം. നിങ്ങളെല്ലാവരും കാണും കേട്ടോ. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ എനിക്ക് കുറേ പേരുണ്ട് ഇപ്പോൾ. ജൂനിയർ മഞ്ജു പിള്ള, ഇപ്പം എന്താ നാച്ചുറൽ തലൈവി. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഇരുന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അതൊക്കെ എൻ്റെ കഴിവല്ലിയത്. അതാണ് നമുക്കെല്ലാം നിസ്സാരം. പിന്നെ ഞാൻ ഈ ഫസ്റ്റ് ഹേ എന്ന് പറഞ്ഞാൽ അത് ഏത് ആളുടെ സൗണ്ടാണെന്നൊക്കെ മനസ്സിലായോ? നമ്മുടെ ബമ്പർച്ചി തുടങ്ങുമ്പോൾ നമ്മുടെ ഗാജസൂര്യ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്. എനിക്ക് അത് ജസ്റ്റ് അറിയാം കേട്ടോ, കാരണം ഞാൻ അത് വീഡിയോ ഒക്കെ കണ്ട് അതായതാണല്ലോ. പിന്നെ ഞാൻ വന്നിട്ടുള്ള അത് തന്നെയാണ്, അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എനിക്ക് ആ എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ ഞാനാണെങ്കിൽ ഈ അച്ഛനും നിനക്ക് സന്തോഷമൊന്നുമില്ല അപ്പം ഉണ്ടല്ലേ, പിന്നെ എന്താ നിന്റെ മുഖത്ത് അത് കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. പിന്നെ ആണെങ്കിൽ ആ വീഡിയോ ഉണ്ടവർക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും അവിടെ കരഞ്ഞു മെഴുകുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. എങ്കിലും ഒരാളെ ഇരുത്തുള്ളൂ. പിന്നെ കുറേ പേര് കമന്റ് പറഞ്ഞു, നിങ്ങൾ 3 പേരും മഞ്ജു ചേച്ചി, നസീർക്കയും ബിന്ദുചേട്ടനും 3 പേരും ചിരിച്ച, എന്നിട്ടാണ് ആ കൊച്ചിന് ബമ്പർ കൊടുക്കാതെ. അവര് ചിരിച്ചു, പക്ഷേ അവർ ബസം വെക്കില്ല. അതാണ് പറഞ്ഞത്. ചിരിച്ച് അവർക്ക് ഒരു ചിരി തോന്നണം, അപ്പോഴാണ് അവർ ബസം കളിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് അവർ ചിരിച്ചു. ഞങ്ങൾ കണ്ടതാണ്. കുറേ പേര് അതിന് താഴെ കമന്റ് വന്നു, ആണാ മോളെ പൊളിച്ചടാ, നീ കിടുക നിനക്ക്, പക്ഷെ ബമ്പർ കിട്ടണ്ടവാ, നിനക്ക് ആ ബമ്പർ കിട്ടണ്ട. എൻ്റെ സ്കൂളിൽ ഉള്ളൊരു നീതി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി പറഞ്ഞു, എടാ ഞാൻ കണ്ടതാടാ 3 പേര് ഇരിക്കുന്നത്, വെറുതെ നിനക്ക് ബമ്പർ തരാണ്ടിരുന്ന, ഒരു മനപ്പോലും തരാണ്ടിരുന്ന, ഇനി വെറുതെ പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നോട് നിങ്ങൾ ഇത്ര സ്നേഹമാണ് ഞാൻ ഇവിടെ അറിയുന്നത്. കൊച്ചെ എനിക്കറിയാം നിങ്ങളെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കൊരു ക്ഷീണം, മൂഡ് ഓഫ് വന്നു. കാരണം ആ സ്പോട്ട് ഓഡിഷൻ ചെന്നപ്പോൾ ഇതായിരുന്നു. പിന്നെ അച്ഛന് ചെറിയൊരു ഇത് പറ്റി, കാരണം അച്ഛനും ചെറിയൊരു വയ്യായ്മ ഉണ്ടായിരുന്നു. ഭയങ്കര ഞങ്ങൾക്ക് ഇപ്പം വയർപ്പനി അടിച്ചിരിക്കുമല്ലേ, വയർ ഫീവർ ആണ് എല്ലാവർക്കും പനി. എനിക്കിപ്പോൾ ഭയങ്കര അടപ്പൊക്കെയാ. അപ്പോൾ അതാണ് ഇത്ര വളരെ കുറഞ്ഞു പോയി ഈ വീഡിയോ. എങ്കിലും നിങ്ങൾക്ക് എന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബൈ.